ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നല്ലൊരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 മുട്ടയും ഒരു 2 സ്പൂണ് പഞ്ചസാരയും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 മുട്ടയുടെ വെള്ളം എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ടയുടെ യെല്ലോ ഉപയോഗിക്കുന്നില്ല. 2 മുട്ടയുടെ വെള്ളയും ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഇത് പൊടിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ച് നല്ല പതപ്പിച്ചെടുക്കണം. പിന്നെ ഒരു ചെറിയ സ്പൂണ് വാനില എസൻസും നമുക്ക് ഒഴിക്കണം. നമുക്ക് ആദ്യം തന്നെ ഒരു ബീറ്റർ വെച്ചിട്ട് നമുക്ക് ഈ മുട്ട വെള്ളം ഒന്ന് പതപ്പിച്ചെടുക്കാം. നമുക്ക് ഈ മുട്ട വെള്ളയുടെ കൂടത്തിൽ ഈ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്നിച്ച് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. വെള്ളം ഇതുകൊണ്ടോ നല്ലതുപോലെ പതഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കിതിനകത്ത് ഇത്തിരി വാനില എസൻസ് ഒഴിക്കണം. നമ്മുടെ കയ്യിൽ ഏത് എസൻസ് ആണുള്ളത് അതനുസരിച്ച് ഒഴിക്കാം. വാനില എസൻസ് ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം മുട്ടയുടെ ആ മണമൊക്കെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത്. ഇതോടെ ഒഴിച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് നമ്മളിത് ആവിയിലാണ് വേവിപ്പിച്ചെടുക്കുന്നത്. നമ്മളിത് കണ്ട മുട്ട വെള്ളമൊക്കെ നല്ലതുപോലെ പതഞ്ഞിരിക്കുന്നത്. ഈ പത പോകുന്നതിന് മുമ്പിൽ വേണം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം ആവിയിൽ. നമ്മൾ ആവിയിൽ വേവിക്കുന്ന പാത്രത്തിൽ ഒരു ഇത്തിരി കാപ്പിപ്പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇത്തിരി ബോൺവിറ്റ ഇട്ട് കൊടുക്കുകയോ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുകയോ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ലായിരിക്കും. അതിൻ്റെ മേളിലോട്ട് നമുക്കിത് ഈ പത പോകുന്നതിന് മുമ്പ് തന്നെ മുട്ടവെള്ളം പതിച്ച് നമ്മൾ ഉടനെ തന്നെ ഇത് ആവിയിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്യുന്നതിന് മുമ്പിൽ നമ്മളൊരു ലിഡ് വെച്ചോ ഒരു ഫോയിൽ പേപ്പർ വെച്ചോ ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റീം ചെയ്യുമ്പോഴത്തെ ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഒരു 2-3 ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ ആവി വെള്ളം നമ്മുടെ പുഡിങ്ങിലോട്ട് ഒട്ടും വീഴില്ല. അപ്പോൾ നമുക്കിതിനി സ്റ്റീമറിനകത്ത് നമ്മളിപ്പം വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായിരിക്കൊണ്ട് നമുക്കിതിനകത്തോട്ട് വെച്ച് നമ്മൾ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമ്മളിത് വേവിപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പൊക്കി നോക്കാം. നല്ലതുപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അതിതായിട്ടൊന്ന് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ടൊന്ന് കുത്തി നോക്കണം. സെൻറ്ററിലൊന്ന് ഉണ്ടോ ടൂത്ത്പിക്കിലൊന്നും ഒട്ടുമേ പറ്റിയിട്ടില്ല. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. ആദ്യം നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മളൊരു 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് കമത്തി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ തണുപ്പിക്കാൻ വെക്കണം. അപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ട് നമ്മളിപ്പോൾ ആ കോഫി പൗഡർ മേളിലിട്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. എന്ത് വേണമെങ്കിൽ ബോൺവിറ്റയോ ബൂസ്റ്റോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഇടാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ബ്രെഡും മുട്ടയും പാലിനും പഞ്ചസാരയും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കണ്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയുമാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരും.